ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ ആലോചന നമ്മുടെ ഹൃദയത്തിന് ആശ്വാസമായി, സമാധാനമായി തീരത്തക്ക നിലയിൽ സ്വർഗം തൊടുന്ന ദൈവകരം ചാഞ്ഞിറങ്ങി വിടുതൽ കൽപ്പിക്കത്തക്ക നിലയിലുള്ള ആഴമേറിയ പ്രത്യാശയും വിശ്വാസവും വർദ്ധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 4 അധ്യായം 39 അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തവും ആഴമായി ഇടപെടുന്ന ദൂത്. ദൈവത്തിൻ്റെ പൈതലേ, ആ പടകിൽ വലിയൊരു ശാന്തത ഉണ്ടായി. ജീവിതമാകുന്ന പടകിൽ വലിയൊരു ശാന്തത സ്വർഗം വെളിപ്പെടുത്തുന്ന സമയം വന്നിരിക്കുകയാണ്. ഇന്ന് ആ പടക് ചില പ്രതികൂലങ്ങൾ നിമിത്തം, കാറ്റും ഓളങ്ങളും നിമിത്തം വളരെ കഷ്ടപ്പെടുന്ന നിലയിലല്ലേ ജീവിത സാഹചര്യമായിരിക്കുന്നത്. ഇന്ന് ഒരു കുടുംബത്തെ നോക്കി പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുന്നു. തലമുറ നോക്കി ഒത്തിരി പ്രയാസപ്പെടുക, ഒത്തിരി ജീവിതം അസ്വസ്ഥതയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും സമാധാനമില്ലാതെ, ഒട്ടും സ്വസ്ഥതയില്ലാതെ ആ പടക് നീറുന്ന, പുകയുന്ന ഒരു ഹൃദയതലമായ ആ ഒരു മേഖലയിൽ ആയിരിക്കുന്ന കുടുംബത്തോട് പരിശുദ്ധാത്മാവിൻ്റെ ദൂത് ഇതാ: ഒരു വലിയ ശാന്തത, ഒരു വലിയ ശാന്തത. അത് സംഭവിക്കാൻ കാരണം കർത്താവ് എഴുന്നേറ്റു എന്ന് വചനം പറയുന്നു. ദൈവം എഴുന്നേറ്റ് ശാസിക്കേണ്ട വിഷയങ്ങളെ ശാസിക്കാൻ പോവാ. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പ്രതികൂലമാണോ തല ഉയർത്തി നിൽക്കുന്നത്? ദൈവത്തിൻ്റെ ദൂതിത, ദൈവം എഴുന്നേൽക്കുന്നു. അതിൻ്റെ മീതെ ചലിക്കുന്ന കർത്താവിൻ്റെ ശക്തിയുടെ അധികാരത്തിൻ്റെ കരം ഈ ദിവസങ്ങളിൽ കുടുംബത്തിൻ്റെ വിഷയത്തെ തൊടാൻ പോവുക. തലമുറയുടെ വിഷയത്തെ ദൈവം തൊടാൻ പോവുക. ഇനി ശത്രുവിൻ്റെ പദ്ധതികളല്ല, ഇനി മനുഷ്യൻ്റെ പദ്ധതികളല്ല ജീവിതത്തിൻ്റെ മേഖലകളിൽ സ്വർഗം വെളിപ്പെടുത്താൻ പോകുന്ന ദൈവത്തിൻ്റെ കരവാണ്. എന്നും പ്രതികൂലമല്ല, എന്നും പ്രതിസന്ധിയല്ല, എന്നും കഷ്ടതയല്ല. ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ആഴമായി വിശ്വസിച്ചു. ഒരു വലിയ ശാന്തത എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന അസ്വസ്ഥത, എൻ്റെ ജീവിതമാകുന്ന പടകിൽ ആയിരിക്കുന്ന ആ അന്തരീക്ഷം തന്നെ ദൈവം തുടച്ചു മാറ്റുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കട്ടെ. ഒരു വലിയ ശാന്തതയുണ്ടായി. ദൈവത്തിൻ്റെ പൈതലേ, ആഗ്രഹിക്കുന്നില്ലേ? ഒത്തിരി പ്രാർത്ഥിക്കുന്നില്ലേ? വിശ്വസിക്കുന്നില്ലേ? എങ്ങോട്ടാ എൻ്റെ പടക്, എൻ്റെ ജീവിതം എങ്ങോട്ടാ? ഇപ്രകാരം ഒരു ചോദ്യം ഉയരുന്നൊരു സമയമല്ലേ? ദൈവത്തിൻ്റെ ശബ്ദവിധ, ഒരു വലിയ ശാന്തത. ഇന്നുവരെ ജീവിതത്തിൻ്റെ മേഖലകളിൽ സംഭവിക്കാത്ത ഒരു വലിയ ശാന്തത അത് കടന്നു വരാൻ പോവാ. അത് ദൈവത്തിൻ്റെ വിശ്വസ്തത നിമിത്തം, ദൈവത്തിൻ്റെ നീതി നിമിത്തം, ദൈവത്തിൻ്റെ ശക്തി നിമിത്തം അത് ജീവിതത്തിൻ്റെ മേഖലകളിൽ കർത്താവ് സമ്പൂർണ്ണമായി വെളിപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക. മാനുഷിക കരങ്ങൾക്ക് ബലമില്ലാതെ പോയി തൻ്റെ ശിഷ്യന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ പകച്ചു നിൽക്കുന്ന സാഹചര്യം എന്ന കർത്താവിനെ അവരുണർത്തുക. ദൈവത്തോട് അവർ നിലവിളിക്കുക. ദൈവത്തിൻ്റെ പൈതലേ, ഇന്നും മാനുഷിക കരങ്ങൾക്ക് ബലമില്ല, മാനുഷിക മണ്ഡലങ്ങളിൽ ചലനങ്ങളില്ല, പക്ഷേ നിലവിളി ഉയരുന്നുണ്ടല്ലോ. കർത്താവിനെ ഉണർത്തുന്നൊരു സമയമല്ലേ? നിശ്ചയവാ, ദൈവം എഴുന്നേൽക്കുന്നു, കർത്താവ് എഴുന്നേൽക്കുന്നു. കാറ്റിന് ഇനി പ്രതികൂലമായി നിൽക്കാൻ കഴിയത്തില്ല. ഇനിയും
ആ ഓളങ്ങൾക്ക്, തിരമാലകൾക്ക് പ്രതികൂലമായി നിൽക്കാൻ കഴിയത്തില്ല. അത് അനുകൂലമായി മാറാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട് ദൂത് പറയുന്നു, ആ കാറ്റ് ഇനി പ്രതികൂലമായി നിൽക്കത്തില്ല, ആ തിരമാല ഇനി പ്രതികൂലമായി നിൽക്കത്തില്ല, അത് ഉപകാരമായി മാറത്തക്ക നിലയിൽ ഇതാ ദൈവത്തിൻ്റെ കരമിറങ്ങുന്നു, ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുന്നു, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നു. ആ നിലയിലാ സ്വർഗം ഇടപെടാൻ പോകുന്നു, ആ നിലയിലാ ദൈവം ചലിക്കാൻ പോകുന്നത്. ഒരു വലിയ ശാന്തത എൻ്റെ തലമുറയുടെ വിഷയത്തിൽ, ഒരു വലിയ ശാന്തത. അസ്വസ്ഥത നിറഞ്ഞ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ തലമുറയുടെ വിഷയം ഓർത്ത് ഇപ്രകാരമായിരിക്കുമ്പോൾ ഒരു വലിയ ശാന്തത. തലമുറയുടെ ഭാവി വെളിപ്പെടുന്നത് കണ്ട്, ജീവിതം മാറുന്നത് കണ്ട് ദൈവത്തിൻ്റെ വൈതിലെ ആ ഹൃദയം വലിയൊരു ശാന്തതയിലേക്ക് തിരിയാൻ പോവുക, വലിയൊരു ശാന്തതയിലേക്ക് ദൈവം വെളിപ്പെടുത്താൻ പോവുക. അപ്രകാരം ദൈവത്തിൻ്റെ കരം ചാഞ്ഞിറങ്ങുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുന്നു. ദൂതാഴമായി വിശ്വസിക്കട്ടെ, ആഴമായി ഏറ്റെടുക്കട്ടെ. കർത്താവ് സഹായിക്കാൻ പോകുന്നു, ദൈവപ്രകാരം അനുഗ്രഹിക്കാൻ പോവുക. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ ശബ്ദത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദൂതനായി സ്തോത്രം. കർത്താവെ, അസ്വസ്ഥത നിറഞ്ഞ ആടിയുല എന്ന ആ പടയിൽ വലിയൊരു ശാന്തത ഈ ദിവസങ്ങൾ ദൈവം കൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവം ചെയ്തു കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കരം തൊടണമേ, ദൈവശക്തി തൊടണമേ, ദൈവിക വിടുതൽ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.